ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു ഹെയർ ഓയിൽ പരിചയപ്പെടുത്തി തരാനാണ്. മുടി വളർത്താൻ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരാണുള്ളത്? അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഈ വീഡിയോക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇന്ന് എണ്ണ കാച്ചാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതെന്നും അതുകൊണ്ട് എങ്ങനെ ഒരു കിടിലൻ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നതെന്നും നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ഞാനിവിടെ 1.5 തേങ്ങ ചിരകി അതിൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. പിറ്റേ ദിവസം അതിൻ്റെ വെള്ളമൊക്കെ ഊറി നമുക്ക് അതിൽ നിന്ന് പാല് മാത്രമായിട്ട് എടുക്കാം. ഇനി നമുക്ക് എണ്ണ കാച്ചാൻ എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. ചെമ്പരത്തി പൂവും അതിൻ്റെ ഇലയും കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇത്രയും അളവിൽ കറ്റാർ വാഴയാണ്. പിന്നെ കഞ്ഞിക്കൂർക്കയുടെ ഇല ഒരു 10 എണ്ണം. പിന്നെ കുറച്ച് തുളസി ഇലയും തുളസിയുടെ പൂവും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 4 തണ്ട് കറിവേപ്പിലയും കുറച്ച് ഉലുവയുമാണ്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ചെമ്പരത്തി പൂവും അതിൻ്റെ ഇലയും ഉലുവയും കഞ്ഞിക്കൂർക്കയും തുളസിയും കറിവേപ്പിലയും കറ്റാവാഴയും കൂടി ചേർത്ത് നമുക്കൊന്ന് നന്നായി സ്മൂത്തായി അരച്ചെടുക്കണം. ഇതുപോലെ നല്ല സ്മൂത്തായി ഫൈനായി തന്നെ നമുക്കിത് അരച്ചെടുക്കണം. ഇനി നമ്മൾ തലേന്ന് തന്നെ പാലെടുത്ത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് തേങ്ങാപ്പാലും പിന്നെ വെള്ളം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു തവി വെച്ച് മെല്ലെ നമുക്ക് അതിൻ്റെ പാലും വെള്ളവും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത്രയും തേങ്ങാപ്പാലാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് എണ്ണ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാൻ അടി കട്ടിയുള്ളൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള കൂട്ടൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കണം. ഈ തേങ്ങാപ്പാലിൽ നിന്നാണ് നമ്മളിനി വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി വറ്റിച്ചെടുക്കണം. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ കുറച്ച് നേരം നമുക്ക് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ കുറേശ്ശെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് കുറച്ച് നേരം കൂടെ ഈ എണ്ണയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. നമ്മൾ അരച്ചൊഴിച്ച കൂട്ടൊക്കെ നമുക്ക് അതിൻ്റെ താഴെ കാണാൻ കഴിയുന്നുണ്ട്. അതൊക്കെ നന്നായി മൊരിഞ്ഞ് കിട്ടണം. അതുവരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മൾ അരച്ചൊഴിച്ച ചെമ്പരത്തിയുടെയും തുളസിയുടെയും കറ്റാവാഴയുടെയൊക്കെ കൂട്ട് അടിയിൽ ഊറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി മൊരിഞ്ഞ് വരണം. അതാണ് ഇതിൻ്റെ പാകം. എനിക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ആവശ്യമായിട്ടുള്ളത് കൊണ്ട് ഞാൻ ഈ സമയത്ത് 250 ml കപ്പിൽ 1 കപ്പ് വെളിച്ചെണ്ണ കൂടെ ഈ സമയത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇനി നമുക്ക് ഈ എണ്ണയൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത്. കാരണം എണ്ണ നല്ല ചൂടായിരിക്കും. പിന്നെ അതൊരു അരിപ്പ വെച്ചിട്ട് ഞാനിതൊക്കെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള എണ്ണയൊക്കെ അരിച്ചെടുക്കാൻ ഞാനിവിടെ സേവനാഴിയാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുഴുവൻ എണ്ണയും ഇങ്ങനെ എടുക്കാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. നമുക്ക് വെളിച്ചെണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുടി നന്നായി വളരാനും മുടി കൊഴിച്ചൽ മാറാനും ഈ എണ്ണ വളരെ നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കിടിലൻ വീഡിയോസുമായിട്ട് കാണുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.